ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഇവിടെ ഞാനും വാവച്ചിയും കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നു. കാരണം നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോ നമ്മൾ നാട്ടിൽ നിന്ന് തിരിച്ച് ദുബായിലോട്ട് വന്ന വീഡിയോ ആണ് ലാസ്റ്റ് ഇട്ടത്. അപ്പം അതിനുശേഷം നമ്മൾ വീഡിയോസ് ഒന്നും ഇട്ടില്ല. കാരണം ഫുള്ള് സൗണ്ടൊക്കെ പോയിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് സൗണ്ടൊന്ന് സെറ്റായിട്ട് വരുന്നത്. അപ്പം പ്രാവശ്യം നാട്ടിൽ പോയിട്ട് നമ്മൾ ദുബായിലോട്ട് വന്നതിന് ശേഷം ആദ്യത്തെ വീഡിയോ ആയിക്കിട്ടുള്ളത്. അപ്പം ഒരു ചെറിയൊരു ഈവനിങ് ആണ് നമ്മുടെ ഇന്നത്തെ കാണിക്കാൻ പോകുന്നത്. പറ്റിയാൽ വെളിയിൽ പോകണം. കാരണം ഇന്നലെ മഴ ആയതുകൊണ്ട് നമുക്ക് വെളിയിലൊന്നും പോകാൻ പറ്റിയില്ല. അപ്പം ഇന്ന് പറ്റിയാൽ വെളിയിലൊക്കെ പോകണം. വെളിയിൽ പോവുകയാണെങ്കിൽ കാണിച്ചു തരാം. അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും ഇരിക്കുന്നത്. കാരണം വാവച്ച ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഞാൻ മഴ പെയ്താൽ വെളിയിൽ പോകത്തില്ല. വാവച്ച ഇവിടെ നോക്കിക്കേ. വാവച്ച എന്നെ എടുക്കുന്നത് വാവച്ചി പെയിൻറ്റിങ് ചെയ്യാണ്. വാവച്ചി ഇതേ ഇവിടെ എൻ്റെ നെയിൽ പോളിഷ് എടുത്ത് ഇവിടെ ഫുള്ള് JCB വാവച്ചി പെയിൻറ്റ് ചെയ്തു അല്ലേ വാവച്ചി? വാവച്ചിക്ക് ഇപ്പം ഈ ഇടയായിട്ട് ഭയങ്കര പെയിൻറ്റിങ്ങിനോടും ഇങ്ങനെ കളർ ചെയ്യുന്നതിനോടും ഭയങ്കര ക്രേസാണ്. എന്താ ചെയ്യുന്നത് വാവച്ചി? കളറാ? ഇപ്പം എങ്ങനെയുണ്ട് ചെയ്തിട്ട്? നന്നായിട്ടുണ്ടോ? സമയം ഇവിടെ ഒരു 5 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വാവച്ചി ഇപ്പം എണീറ്റേ ഉള്ളൂ. ഉറങ്ങി എണീറ്റ് കഴിഞ്ഞിട്ട് വാവച്ചിക്ക് നമ്മൾ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഡെയിലി നമ്മൾ സ്നാക്സ് ഒന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ഒരേ ഐറ്റം കൊടുത്ത് വാവച്ചി കഴിക്കില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഓർത്തു. അപ്പം മിൽക്ക് ഷേക്ക് ഉണ്ടാക്കണം. അപ്പം എനിക്ക് ചായ വയ്ക്കാൻ പോവാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്ക് അതിലോട്ട് കിടക്കാം. അപ്പോൾ ഇത് ഞാൻ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ പോകും കേട്ടോ. അപ്പം ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്. അതിൽ പകുതി എടുക്കുള്ളൂ. പിന്നെ ബനാന, പിന്നെ കുറച്ച് മിൽക്ക്. അപ്പോൾ ഇതൊക്കെ കൂട്ടി ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കട്ടെ. അപ്പോൾ ഇത് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയിട്ട് അപ്പോൾ വാവച്ചിക്ക് വേണ്ടിയിട്ട് ഇതിനകത്ത് ജസ്റ്റ് ഒരു കുറച്ച് ആപ്പിൾ, കുറച്ച് ബനാന, കുറച്ച് മിൽക്ക് അങ്ങനെ ഇട്ടിട്ടുള്ളൂ. വാവച്ചിക്ക് അതൊക്കെ ഇഷ്ടമുള്ളൂ. സോ അപ്പോൾ വാവച്ചി ഇവിടെ വെയിറ്റിംഗ് ആണ്. വാവച്ചി വെയിറ്റിംഗ് ആണോ വാവച്ചി കഴിക്കാനായിട്ട്? കഴിക്കാൻ പോണോ? ഓക്കെ. സ്പൂൺ വേണോ? ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്? ഓക്കെ, ടേസ്റ്റ് ചെയ്തപ്പോൾ എങ്ങനെയുണ്ട്? നല്ലതാണോ? പിന്നെ അത് നാണിച്ചേ നല്ലതാണോ? ടേസ്റ്റിയാണോ? എമ്മിയാണോ? ഓക്കെ, അപ്പോൾ കുടിച്ചോട്ടോ. ഓക്കെ, കുടിച്ചോളൂ. വാവച്ചി മിൽക്ക് ഷേക്ക് കുടിക്കുമ്പം ഞാൻ ചായ കുടിക്കും. എന്ത്? അപ്പടുത്ത് പറയാൻ പോകണം. ഓ, അപ്പടുത്ത് പറയാൻ പോകണം മിൽക്ക് ഷേക്ക് കുടിച്ചു എന്ന്. ഓക്കെ, പറയാം. മിൽക്ക് ഷേക്ക് കുടിച്ചിട്ട് നമുക്ക് നടക്കാൻ പോവാം. മഴയില്ലെങ്കിൽ നടക്കാൻ പോവാം. ഇപ്പം ഇല്ല, ഇനി മഴ പെയ്യുമെന്ന് അറിയത്തില്ല. സോ നമുക്ക് ഓക്കെ, ആദ്യം മിൽക്ക് ഷേക്ക് കുടിക്കുക, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. സോ അപ്പം അമ്മ ചായ കുടിക്കാം. ഓക്കെ. ഇന്നലെ ഞാൻ വീഡിയോ എടുത്തു, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം വൈകുന്നേരം നടക്കാനൊക്കെ പോകാമെന്ന് പറഞ്ഞപ്പം മഴ പെയ്തു ദുബായിൽ. അപ്പം മഴ പെയ്തുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഓർത്തു ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യണമല്ലോ. അപ്പം അതേ സമയമാണ്, ഇന്നലത്തെ അതേ സമയമാണ്. വാച്ച് കിട്ടിയില്ല, പെട്ടെന്ന് എപ്പോഴും നോക്കുന്നുണ്ട്, അത് നോക്കും. അപ്പം ഇന്നലത്തെ സമയമാണ്. അപ്പോൾ വാവച്ചി ഇപ്പം എണീറ്റ് സ്നാക്ക് എല്ലാം കഴിച്ചു. അപ്പം ഇന്ന് നടക്കാൻ പോകുന്നപ്പോഴത്തേക്കും ഇന്നും ചെറിയൊരു മഴ ലക്ഷണമുണ്ട്. അപ്പം ഞാൻ ഓർത്തു അപ്പോൾ വേഗം ഡിന്നർ വച്ചിട്ട് നടക്കാൻ പറ്റിയെങ്കിൽ നടക്കാൻ പോകാമെന്ന് ഓർത്തു. അപ്പം ഞാൻ നേരെ ഗ്രീൻ പീസ് കറി വയ്ക്കാമെന്ന് ഓർത്തു. അപ്പം ഇവിടെയൊക്കെ സംഭവങ്ങൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നേരെ ഗ്രീൻ പീസ് കറി വയ്ക്കുന്നത് കാണിച്ചു തരാം. പക്ഷെ ഞാൻ അത്ര വലിയ എന്താ പറയുക കുക്കൊന്നുമല്ല കേട്ടോ. ഒരളവിന് ജീവിച്ച് പോകാം, അത്രയ്ക്കുള്ളൂ കേട്ടോ. സോ ഞാൻ ഇത് വയ്ക്കാൻ പോവാണേ. അപ്പം ഞാൻ ഓൾറെഡി ഇത് ഗ്രീൻ പീസ് കുറച്ച് വേഗം വെച്ചു, ഒരു വിസിൽ അടുപ്പിച്ചു. എന്നിട്ട് ഞാൻ വീണ്ടും വെജിറ്റബിൾസ് ഇതിൻ്റെ അകത്തിട്ട് കറി വയ്ക്കും. സോ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഒരു ഗ്രീൻ പീസ് ഇട്ടിട്ടുണ്ട്, പിന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ചൂടുവെള്ളമാണ് ഇടുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട്
മല്ലിപ്പൊടി ഇടും. മല്ലിപ്പൊടി ഒരു ഞാൻ ഇടുന്നത് ഒരു 1.5 സ്പൂൺ കേട്ടോ. 1.5 സ്പൂൺ ഇടും. അത് കഴിഞ്ഞ് മുളക് പൊടി ഇടും കേട്ടോ. പക്ഷെ ഞാൻ മുളക് പൊടി കുറച്ചിടത്തുള്ളൂ, കാരണം വാവച്ചിയുള്ളതുകൊണ്ട് വാവച്ചിക്ക് എരിവ് അധികം ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി എടുത്തുള്ളേ. അപ്പം ഞങ്ങളിപ്പം എരിവ് കുറച്ചിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. ഞാൻ മോസ്റ്റ്ലി കാശ്മീരി മുളക് പൊടിയാണ് കൂടുതൽ ഇടാറ്. എന്ന് വെച്ചാൽ കൊച്ചുള്ളതുകൊണ്ട് കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്. അപ്പോൾ അതിനകത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ടു. പിന്നെ അതിനകത്ത് വെജിറ്റബിൾസ് ഞാൻ ആഡ് ചെയ്യും. വെജിറ്റബിൾസ് വെച്ചാൽ സവാളയും ടൊമാറ്റോയും, പിന്നെ ഇതിനകത്ത് ഞാൻ ഉരുളക്കിഴങ്ങ് ഇടും. കാരണം വാവച്ചിക്ക് ഉരുളക്കിഴങ്ങ് ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിക്കണം ഇഷ്ടമാണ്. ഞാൻ ഉരുളക്കിഴങ്ങ് ഇടും. അപ്പോൾ വെജിറ്റബിൾസൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തു. ഉപ്പ് ഓൾറെഡി ഇട്ടു. ഉപ്പിട്ടു. പിന്നെ ഇത്രയേ ഉള്ളൂ. ഇതിട്ടിട്ട് ഞാൻ ഒന്ന് ഇളക്കണം. ഒന്ന് ഇളക്കിയിട്ട് നമ്മളിത് അടച്ചു വയ്ക്കുന്നത്. ഇത് ഓൾറെഡി ഞാൻ ഒരു വിസിൽ ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചൂടുണ്ട്. എന്നിട്ട് ഇത് ഞാൻ വേവിക്കാൻ വയ്ക്കുകയാണ്. സോ ഇനി നമുക്കൊരു 4-5 വിസിൽ വേണ്ടി വരും. കാരണം ഓരോ ഗ്രീൻ പീസും പിന്നെ കുക്കറിൻ്റെ സൈസൊക്കെ അനുസരിച്ച് വിസിൽ മാറുള്ളൂ. ഞാൻ ഇതിലൊരു 4-5 വിസിൽ അടിച്ചിട്ടോ. അപ്പം അങ്ങനെ. അപ്പം ഇത് വേകട്ടെ. വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കടുകൊക്കെ വറുക്കണം. അപ്പോൾ ഇതേ നമ്മുടെ ഗ്രീൻ പീസ് വെന്തു. ഞാൻ മാറ്റി വെച്ചു. അതിനുശേഷം ഇതേ പാത്രം വെച്ചിട്ടോ കടുക് പൊട്ടിക്കാനായിട്ട്. അപ്പം പാത്രം ചൂടായിട്ട് ഞാൻ എണ്ണ ഒഴിച്ചു. അപ്പം പിന്നെ കടുക് ഇടാൻ പോവാണ്. കടുക് ഇട്ടിട്ട് നമുക്ക് ഇല്ല അവിടെ തിരക്കില്ല, ഇവിടെ തിരക്കുള്ളൂ. കടുക് പൊട്ടു. ഇപ്പം എണ്ണ ചൂടായില്ലേ? അപ്പം കടുക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്ത് കറി വെച്ചാലും എളുപ്പത്തിന് കറി വയ്ക്കാൻ പറ്റുന്ന രീതിയിലേ വെക്കത്തുള്ളൂ കേട്ടോ. കാരണം എനിക്ക് ഈ കുറേ നേരം ഈ കറി വയ്ക്കാനുള്ള സമയം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമല്ല. അതൊന്നാമത്തെ. അപ്പം പിന്നെ വാവച്ചിയുണ്ടല്ലോ. അപ്പം അങ്ങനെ വേഗം കറി വെക്കാൻ നോക്കും ഞാൻ. അപ്പോൾ ആരെങ്കിലും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അതോടൊപ്പം ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണം. അപ്പം നമ്മുടെ വീഡിയോസ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം അങ്ങനെ അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും കറികളൊക്കെ എളുപ്പത്തിന് വയ്ക്കാൻ പറ്റുന്നത് ലിങ്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് ഒന്ന് കമൻറ്റിൽ ലിങ്ക് ചെയ്യട്ടോ. അപ്പോൾ എനിക്ക് വേഗം കറി വയ്ക്കാമല്ലോ. അപ്പോൾ അതായത് നമ്മുടെ കടുക് ഏകദേശം പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. നമ്മൾ ഉണക്കമുളക് ഒന്ന് ഇടും. അതിന് ശേഷം ഞാൻ അരിഞ്ഞു വെച്ച മറ്റേ ഇതില്ലേ വെളുത്തുള്ളിയും ഇഞ്ചിയും, അപ്പം അതും കൂടി ഇട്ടോ. അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കും. അതിന് ശേഷം പിന്നെ നമ്മൾ കറി ലീഫ് എടുത്തിടും കേട്ടോ. പിന്നെ കറി ലീഫ് എടുത്തിട്ട് ഒന്ന് ഇളക്കി കിടക്കണം. ഇത് വേഗം ഒന്ന് വേകാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഓൾറെഡി ഞാൻ ഗ്രീൻ പീസ് ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടി ഉപ്പിട്ടോണ്ട് നമുക്കിതിൽ നന്നായിട്ട് പിടിക്കും. അതോടൊപ്പം വേഗം ഇത് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇത്രയ്ക്ക് വെള്ളമൊക്കെ ഒഴിക്കത്തുള്ളൂ. സോ എനിക്ക് ഇത്രയും ഗ്രേവി മതി. നേരെ കുക്കറിൽ നിന്ന് നേരെ ഈ പാത്രത്തിലോട്ട് ഞാൻ എടുത്തു വയ്ക്കും. സോ നമുക്ക് അങ്ങനെ ഗ്രീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തിയും കൂടി ഉണ്ടാക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിന്നർ. ഇന്നത്തെ ഗ്രീൻ പീസും ചപ്പാത്തിയും. ഇനി നമ്മൾ നടക്കാൻ പോവാണ്. പീസ് എങ്ങനെയുണ്ട് നോക്കട്ടെ. ഒരു മിനിറ്റ് ടേസ്റ്റ് ചെയ്തിട്ട്. ടേസ്റ്റ് ഇട്ടു. അടിപൊളിയാണ് നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡി. അവർക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കാൻ കണ്ണ. ഇതെങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ. കൈ കാണിക്കോ? ചൂടാറിയിട്ടുണ്ട്. ചൂടാറി നോക്കട്ടെ.
കഴിച്ചു നോക്കി, ടേസ്റ്റ് നോക്കിക്കേ. എങ്ങനെയുണ്ട്? സൂപ്പറാടാ. ഇതാ നമ്മുടെ ഡിന്നർ. ഓക്കെ, അങ്ങനെ നമ്മളിത് ഗ്രീൻ പീസ് കറിയും ചപ്പാത്തിയും വെച്ചു. ഇനി നമുക്ക് നേരെ നടക്കാൻ പോവാം അല്ലേ വാച്ചി? ചപ്പാത്തി വയ്ക്കാൻ കാരണം നടന്നു വരുമ്പോഴത്തേക്ക് നമ്മൾ ടയർഡായിപ്പോവും. പിന്നെ അങ്ങനെ എടുത്ത് കഴിക്കാമല്ലോ. സോ പോവാം. വാച്ചി നടന്നാണോ പോകുന്നത്, പ്രാമിലാണോ പോകുന്നത്? എന്നാ കയറി ബാ പോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. നമ്മളിത് നടക്കാൻ ഇറങ്ങി. അപ്പോൾ വാവച്ചി നടക്കുവാണ് കേട്ടോ. വാവച്ചി കുറച്ച് കഴിയുമ്പോഴത്തേക്കും വാവച്ചിക്ക് നടക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വാവച്ചിയുടെ ടോയ് ബാവുവിനെ വെച്ച് ഉന്തുവാ. നീ റോട്ടിലൂടെയാണോ ഓടുന്നത് അതോ കാട്ടിക്കൂടെയാണോ? ഇങ്ങോട്ട് പോ, പതുക്കെ കൊണ്ടുപോ. പോ, അമ്മ പിടിക്കട്ടെ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് നേരത്തെ കാണിച്ച്. അവിടെ നമ്മുടെ ഫ്രണ്ട് താമസിക്കുന്നുണ്ട് ആ അപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ നേരെ നമ്മൾ നടന്നു പോയിട്ട് അവിടെ ആ സൈഡിൽ ഇങ്ങോട്ട് പോയാൽ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു മിറാക്കിൾ ഗാർഡൻ അവിടെയാണ്. അവിടെയാണ് മിറാക്കിൾ ഗാർഡൻ. അപ്പോൾ ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ ബാക്കിലാണ് മിറാക്കിൾ ഗാർഡൻ. ആവശ്യത്തിനെ കാണുന്നില്ലല്ല, പോയി ഇടിച്ചു. ഇപ്പോൾ നീ മതിലൊക്കെ പൊളിക്കുക. മാറ, അമ്മ ചെയ്യാം. മാറ, നിനക്ക് പോകാൻ പറ്റില്ല, ലേറ്റ് ആകും കണ്ണാ, ലേറ്റ് ആകും. ഇരുട്ടായി, ഇപ്പോൾ ഒരു 7:30 സമയം അല്ലേ? കണ്ടോ ആവച്ചി? അതാണ് മിറാക്കിൾ ഗാർഡൻ. കണ്ടോ ആ ലൈറ്റൊക്കെ വരുന്നേ? കണ്ടോ? ദിവസം പോവാം കേട്ടോ. അമ്മ പോയിട്ടുണ്ട്, വാവച്ചിനെ കൊണ്ടുപോവേ. ഓക്കെ, നമുക്ക് തിരിച്ചു പോയാലോ? പിന്നെന്തെടുക്കാൻ പോവാ? അവിടെ അതാണ് മിറാക്കിൾ ഗാർഡൻ. വാവച്ചിനെ അവിടെ കൊണ്ടുപോകാം നമുക്കൊരു ദിവസം. ഓക്കെ, തിരിച്ചോ? ഞാൻ പോയിട്ടുണ്ട്. ആച്ചിക്ക് അവിടെ പോകണോ? അവിടെ കുറേ പൂക്കളൊക്കെ ഉണ്ട്, ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. ഓക്കെ, കൊണ്ടോ. ചേട്ടനോ? അവിടെ കുറേ പേര് വരും. നമുക്ക് പോവാം, പിന്നെ ഒരു ദിവസം പോവാം കേട്ടോ ഗൈസ്. അപ്പോൾ വാവച്ചിക്ക് ഇവിടെ അടുത്ത് വരെ കാണണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളിവിടെ എത്തി മിറാക്കിൾ ഗാർഡനിൽ. ഇപ്പോൾ ഈ ചാൻ ഇല്ലാത്തതുകൊണ്ട് കയറാൻ പറ്റത്തില്ല. സോ ഇതാണ് നമ്മുടെ മിറാക്കിൾ ഗാർഡൻ. അപ്പം ഒരു ദിവസം വാവച്ചിനെ കൊണ്ടുവന്ന് കാണിക്കണം. കൊള്ളാവോ? നാണാണോ? നാണാണോ? കൊള്ളാവോ? അവിടെ പോവാം. അവിടെ അങ്ങോട്ട് നമ്മുടെ വീട്ടിലോട്ട് പോകണ വഴി, ഇങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് പോകണ വഴി മിറാക്കിൾ ഗാർഡനിൽ. ഇതാണ് നമ്മുടെ മിറാക്കിൾ ഗാർഡൻ. കണ്ടോ ലൈറ്റ് കണ്ടോ? അടിപൊളി ലൈറ്റൊക്കെ അല്ലേ ഇവിടെ. വാവച്ചിയുടെ ആഗ്രഹം പോലെ വാവച്ചിനെ മിറാക്കിൾ ഗാർഡനിൽ ഞാൻ കൊണ്ടുവന്നു. പക്ഷെ ഉള്ളിലോട്ട് കയറ്റിയില്ല അല്ലേപ്പാ? നാളെ കയറാട്ടോ അപ്പോൾ വരുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ വീടിൻ്റെ അടുത്തെത്തി കേട്ടോ. അപ്പം ഞാൻ ഓർത്തു വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന്. അപ്പം ഇപ്പോൾ നമ്മൾ സ്ട്രീറ്റ് ലൈറ്റ്സിൻ്റെ അടുത്ത് നിന്നാട്ടോ വീഡിയോ എടുക്കുന്നത്. സോ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ.